ഇപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇജാറ. ഇജാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസിംഗ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, +2 പഠിച്ചിട്ടുണ്ടാവും ലീസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വേണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാറ് വേണമെന്ന് വിചാരിച്ചു. കാറ് വാങ്ങാൻ നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല. നമ്മൾ നോർമലി എന്താ ചെയ്യുക, ബാങ്കിൽ പോയിട്ട് വെഹിക്കിൾ ഫിനാൻസിങ്ങിന് അപ്ലൈ ചെയ്യും. എന്നിട്ട് അവർ നമുക്ക് തവണകളായിട്ട് അടച്ചാൽ മതി ആ കാറിൻ്റെ ക്യാഷ്. അപ്പോൾ അതേപോലെ ഇസ്ലാമിക് ഫിനാൻസിങ്ങിലും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു കാറ് വേണം, കസ്റ്റമർക്ക് ഒരു കാറ് വേണം. അയാൾ പോയി ഇസ്ലാമിക് ഫിനാൻസിനോട് പറയും കാറ് വേണം, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് അടക്കാൻ ഞാൻ തയ്യാറാണ് ക്യാഷ്, പക്ഷേ റെഡി ക്യാഷായിട്ട് മൊത്തത്തിൽ തരാൻ എൻ്റെ കയ്യിലില്ല എന്ന്. അപ്പോൾ ഇസ്ലാമിക് ബാങ്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ കാറ് വിൽക്കുന്ന ഒരു കമ്പനിയിൽ പോയിട്ട് കാറ് വാങ്ങും. ഇയാൾ പറഞ്ഞ കാറായിരിക്കും വാങ്ങുക. ഇയാൾ സ്പെസിഫിക്കേഷനും കളറടക്കം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ. അപ്പോൾ ആ കാറ് ഇസ്ലാമിക് ബാങ്ക് പോയിട്ട് വാങ്ങും. ഫുൾ ക്യാഷ് അപ്പം തന്നെ സെറ്റിൽ ചെയ്യും. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലറെ കാറ് ഇസ്ലാമിക് ബാങ്കിന് കൊടുക്കും. ഇസ്ലാമിക് ബാങ്കാണ് ഇപ്പോൾ ആ കാറിൻ്റെ ഓണർ. ഇസ്ലാമിക് ബാങ്ക് ഓണറാണ്. ഇസ്ലാമിക് ബാങ്ക് ആ കാറ് ഇയാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കും. ഓണർഷിപ്പ് ഇസ്ലാമിക് ബാങ്കിൻ്റെ കയ്യിലാണ്, പൊസിഷൻ ഇപ്പോൾ കസ്റ്റമറുടെ കയ്യിലാണ്. ഉപയോഗിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ കാർ ഇയാളുടെ കയ്യിലുള്ള ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മാസാമാസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഇവർ അഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് ആ കാറിൻ്റെ ക്യാഷ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഇസ്ലാമിക് ബാങ്കിൽ. ഇസ്ലാമിക് ബാങ്ക് ഇയാളിനി എന്തെങ്കിലും, ഈ കസ്റ്റമർ ആ ഇൻസ്റ്റാൾമെൻറ്റിൽ എന്തെങ്കിലും ഒരു പിഴവ് വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാതിരുന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക് ബാങ്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാൾ അതിൽ നിന്ന് ഫൈൻ ഈടാക്കും. ആ ഫൈന് ഇൻട്രസ്റ്റ് അല്ല, ഇൻട്രസ്റ്റ് നമുക്ക് ഹറാമാണ്. ഇൻട്രസ്റ്റ് അല്ല എന്ന് പറയാനുള്ള കാരണം ആ ക്യാഷ് ഇസ്ലാമിക് ബാങ്ക് യൂസ് ചെയ്യില്ല, അത് പുറത്ത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അഥവാ ഇയാൾ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ. ഇനി ഇയാൾ കുറേ കാലം ആ കാർ ഉപയോഗിച്ച്, അയാളെ സ്വന്തം കാറല്ലല്ലോ, ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? ഇസ്ലാമിക് ബാങ്കിൻ്റെ കയ്യിലല്ലേ ഓണർഷിപ്പ്. അയാൾക്ക് ആ കാറ് സ്വന്തമായിട്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്നാണോ ആ കാറ് സ്വന്തമായിട്ട് വേണമെന്ന് തോന്നുന്നത് അന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കും കാറിൻ്റെ. ആ മാർക്കറ്റ് വാല്യൂ ഇസ്ലാമിക് ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ കാറ് സ്വന്തമായിട്ട് എടുക്കാം. അതിന് പറയുന്ന പേര് ഇജാറാവ ഇഖ്തിന എന്നാണ്. സ്വന്തമായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇജാറയുമുണ്ട്, വ ഇഖ്തിന ലീസ് അടച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ആ കാറ് വാങ്ങുകയും ചെയ്യുന്നു.